ഞാൻ പറയും, ഇത്രയും പാപിയായ എൻ്റെ അടുത്ത് എന്തിനാണ് എൻ്റെ പരിശുദ്ധ അമ്മ വന്നത്? കുമ്പസാരം എന്ന് പറയുന്നത് അത് അനുദപിക്കുന്ന പാപിക്കുള്ള പാപമേറ്റു പറഞ്ഞു കഴിയുമ്പോൾ അവൻ വിശുദ്ധനാകും. എല്ലാം എൻ്റെ കഴിവിലാണ്, എൻ്റെ ചിന്തയിലാണ് എന്നുള്ള എല്ലാം നടക്കുന്നു എന്നുള്ളൊരു ബോധ്യമായിരുന്നു എൻ്റെ ഉള്ളിലെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. കറുത്ത ഇരുണ്ട രൂപങ്ങൾ എൻ്റെ മുമ്പിൽ എന്നെ കൊല്ലാൻ വന്ന് നിൽക്കുന്ന കണക്ക് അനുഭവം. എൻ്റെ പേര് ഷീമോൻ. ഞാൻ കൊല്ലം രൂപതയിൽ ശക്തികുളങ്ങര ഇടവകക്കാരനാണ്. സെയിൻറ്റ് ജോൺ ഡി ബെട്രോ ദേവാലയത്തിലാണ് എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. അവിടെ ശക്തികുളങ്ങരയാണ് എൻ്റെ സ്ഥലം. എൻ്റെ അപ്പനൊരു മുക്കുവനാണ്. അപ്പൻ്റെ അപ്പനും എല്ലാവരും മുക്കുവന്മാരായിരുന്നു. അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് ഞാൻ വളർന്നത്. അങ്ങനെ വളർന്നു. പക്ഷേ ഞാൻ മുക്കുവന്മാരാണെങ്കിലും എന്നെ മാതാപിതാക്കന്മാർ നല്ലൊരു അന്നത്തെ കാലത്ത് തന്നെ ഇന്നും നല്ല ടോപ്പായിട്ട് നിൽക്കുന്ന സ്കൂളിൽ ഇൻഫൻറ്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ബോയ്സ് ഹൈ സ്കൂളിലാണ് എന്നെ തങ്കശ്ശേരിയിൽ പഠിക്കാൻ വിട്ടത്. കാര്യം അപ്പനെയും ആ ഒരു പശ്ചാത്തലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് എന്നെ വിട്ടത്. പക്ഷേ അവിടെ പഠിക്കുന്ന സമയങ്ങളിലായാലും എനിക്ക് നല്ലയധികം ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ ആ സമയത്ത് തന്നിരുന്നു. എന്ന് പറഞ്ഞാൽ കായികപരമായിട്ട് ഫിസിക്കലി പിന്നെ സ്പോർട്സിനൊക്കെ എപ്പോഴും ഒന്നാം സ്ഥാനം ലഭിക്കുകയും പത്രത്തിലൊക്കെ എൻ്റെ ഫോട്ടോ വരികയും ജില്ലാ സ്കൂൾ തലങ്ങളിൽ ബാസ്ക്കറ്റ് ബോളായാലും അങ്ങനെയുള്ള വിവിധ ഗെയിംസിലെ സ്കൂളിലെ ക്യാപ്റ്റനായി ബെസ്റ്റ് ക്യാപ്റ്റൻ എന്നുള്ള അവാർഡും ഒക്കെ അവിടുത്തെ പ്രിൻസിപ്പൾ ചരിത്രങ്ങളിൽ ഒരു ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ ഈ പഠന മേഖലകളിലായിരുന്നാലും ഈശോ എനിക്ക് അന്ന് തന്നിരുന്നു. പക്ഷേ അതെല്ലാം എൻ്റെ ഒരു കഴിവാണ് എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ ആ ഒരു സമയത്ത് നടന്നിരുന്നത്. അവന് വളരെ ചെറുപ്പം ആയി ഒരു 16-17 വയസ്സായപ്പോൾ തന്നെ ഈ പഠിത്തത്തിൽ ഞാൻ ശരിക്കും ഉളപ്പിയ സമയത്ത് പിന്നെ എനിക്ക് പഠിക്കേണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എൻ്റെ ചിന്തകൾ വരികയും അതേ സമയത്ത് വീട്ടിൽ സാമ്പത്തികമായി ചില പ്രശ്നങ്ങൾ വരികയും ചെയ്തപ്പോൾ എൻ്റെ മുകളിൽ ഒരു സഹോദരിയും ഇളയ ഒരു സഹോദരനും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പഠന കാര്യങ്ങളും എല്ലാം നോക്കേണ്ട ഒരവസ്ഥ എന്നിലേക്ക് ഓട്ടോമാറ്റിക്കലി വന്ന് ചേരുകയായിരുന്നു. അങ്ങനെ അപ്പന് ഒരു ആക്സിഡൻറ്റിലൂടെ പല കാര്യങ്ങൾ കൈയും കാലുമൊക്കെ ഒടിഞ്ഞ ഒരവസ്ഥയുണ്ടായി. അപ്പോൾ പിന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാനാണ് വീടിൻ്റെ കാര്യങ്ങൾ നീക്കേണ്ടിയിരുന്നത്. അങ്ങനെ 18 വളരെ ചെറുപ്പത്തിൽ തന്നെ പഠനം ഉപേക്ഷിച്ചിട്ട് വിദേശ രാജ്യത്തേക്ക് പോകേണ്ടി വന്നു. വിദേശ രാജ്യത്ത് ചെന്ന് ഉടനെ തന്നെ എനിക്ക് വലിയ അനുഗ്രഹമായിരുന്നു. യൂറോപ്യൻ കമ്പനിയിൽ ജോലി എന്ന് പറഞ്ഞാൽ ലേബറായിട്ട് പണി തുടങ്ങി. പക്ഷേ എനിക്ക് ജോലി ചെയ്ത് പോകാനായിട്ടുള്ള ഒരു അനുഗ്രഹം ദൈവം തന്നു. ഇതിനിടയിൽ ഒരു വിവാഹം നടന്നു. എനിക്ക് പിന്നെ 3 കുട്ടികളാണ്. 2 ആമക്കളും ഒരു പെൺകുട്ടിയും ആണ്. ഇതായിരുന്നു എൻ്റെ ഒരു ജീവിതം. ഇതിന് മുമ്പുള്ള കർത്താവിനെ അറിയുന്നതിന് മുമ്പുള്ള ഒരു ജീവിതം. പക്ഷേ ആ ഒരു ജീവിത കാലഘട്ടത്തിൽ എല്ലാം എൻ്റെ കഴിവിലാണ്, എൻ്റെ ചിന്തയിലാണ് എന്നുള്ള എല്ലാം നടക്കുന്നു എന്നുള്ളൊരു ബോധ്യമായിരുന്നു എൻ്റെ ഉള്ളിലെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. കുഞ്ഞുനാളിൽ ഒരു 13 വയസ്സുള്ള കാലഘട്ടത്തിൽ ഈശോയെ അറിയാൻ എനിക്ക് സാധിച്ചിരുന്നു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിയിരുന്നു, ക്രിസ്ത്യൻ ധ്യാനം. അപ്പോൾ അന്ന് ഓലപ്പര ഇംഗ്ലീഷ് ധ്യാന കേന്ദ്രത്തിലാണ് അവിടെ ധ്യാനം കൂടി. അപ്പോൾ അവളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തൊരു എന്തോ ഒരു കറണ്ട് അടിക്കുന്ന പോലെ അനുഭവം ഉണ്ടായി. ആ അനുഭവത്തിൽ നിന്ന് ഞാനൊരു 2 മാസം സ്കൂളിൽ ചെന്നിരിക്കുമ്പോൾ വളരെ വിശുദ്ധമായി, എനിക്ക് ആരോടും വഴക്കുകൂടാനോ അങ്ങനെ ഒരു ചിന്തകളൊന്നുമില്ല. പക്ഷേ സ്വാഭാവികമായി ആ ദൈവകൃപ എന്നിൽ നിന്ന് ചോർന്നു പോയി. പിന്നെ ഒരു 18 വയസ്സൊക്കെ ആയപ്പോൾ ഞാൻ വിദേശത്ത് പോയി. ആ സമയം കൊണ്ട് ലോകത്തിൻ്റെ സകല പാപങ്ങളിലും മ്ലേച്ഛതകളിലും വീഴുന്ന അവസ്ഥയുണ്ടായി. എന്ന് പറഞ്ഞാൽ പുകവലിയായാലും മദ്യപാനമായാലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുകയും ലീവിന് വരുമ്പോൾ സുഹൃത്തുക്കളുമായി ഒത്തിരിയേറെ എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. പിന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷവും വിവാഹം കഴിഞ്ഞതാണെന്നുള്ളൊരു ചിന്തയില്ലാതെ ഒരു ബാച്ചിലർ എന്നുള്ളൊരു ചിന്തയിൽ തന്നെ വീണ്ടും സുഹൃത്തുക്കളുമായി അടിച്ച് കറങ്ങുകയും ഭാര്യയെ തന്നെ ശരിക്കും സ്നേഹിക്കേണ്ടതിന് പകരം ഒത്തിരിയേറെ ഞാൻ ദ്രോഹിച്ചൊരു വ്യക്തിയാണ്. ഈശോയെ അറിയാതെ നടക്കുന്ന സമയത്ത് നമ്മൾ ആണുങ്ങൾക്ക് എപ്പോഴുമുള്ള എനിക്ക് മനസ്സിലാക്കി തന്ന ദൈവം മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതായത് നമ്മുടെ കുറ്റങ്ങൾ നമ്മൾ മറച്ചു വെക്കാൻ വേണ്ടി നമ്മുടെ ജീവിത പങ്കാളിയുടെ കുറ്റങ്ങളെടുത്ത് നമ്മൾ പുറത്തിടുകയും അവരെ ബന്ധുക്കളെ വിളിച്ച് പറയുക. അപ്പം അങ്ങനെയൊക്കെ ഒരു വളരെ മോശകരമായ അവസ്ഥ, മദ്യപാനത്തിൻ്റെ പിടിയിലമർന്ന് ശരിക്കും അങ്ങനെ വളരെ ഒരു അപകർഷബോധവും അങ്ങനെ ഒരു പ്രത്യേകതരം ജീവിതം അത് നടക്കുന്ന സമയത്താണ് ഈ കുഞ്ഞുനാളിൽ കർത്താവ് എന്നെ സ്പർശിച്ചതുകൊണ്ട്, അതായത് യേശുവിനെ നമ്മൾ
യേശുവിൽ നിന്ന് അകന്നു എന്ന് നമ്മളൊരു വ്യക്തി പറയുമ്പോൾ ഒരു വ്യക്തിയുമായി നമ്മൾക്ക് അകലണമെങ്കിൽ ആ വ്യക്തിയുമായി ഒരു അടുപ്പം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കുഞ്ഞുനാളിൽ ഈ 13 വയസ്സുള്ള സമയത്ത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കർത്താവിനെ അറിഞ്ഞ ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ വളരെ മോശകരമായ അവസ്ഥയിലൂടെ ജീവിക്കുമ്പോൾ ഒരു ദിവസം ജീവിത പങ്കാളി അടുത്ത് ഞാൻ രാവിലെ എണീറ്റിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. കാരണം കല്യാണത്തിനും ആദ്യ കുർബാനയ്ക്കും അല്ലെങ്കിൽ എൻ്റെ മാമോദീസയ്ക്കും അല്ലാതെ പള്ളിയിൽ ഞാൻ കയറിയിട്ടില്ല. ഞാൻ പള്ളിയുടെ പുറത്താണ് നിൽക്കുന്നത്. പള്ളിക്കകത്ത് കയറുന്നത് എനിക്കൊരു നാണക്കേടായിരുന്നു. ഈ പള്ളിക്കകത്ത് കയറി പ്രാർത്ഥിക്കുന്നതൊക്കെ അത് പെണ്ണുങ്ങളുടെ ഒരു ഇടപാടാണ്, അത് ആണുങ്ങൾക്ക് ചേരുന്നതല്ല. അങ്ങനെ ഒരു ചിന്താഗതിയാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ ആദ്യ പള്ളിപ്പെരുന്നാളിന് ജീവിത പങ്കാളിയെ പള്ളിയിലകത്തേക്ക് വിടുകയും പുറത്തു നിന്ന് എൻ്റെ സഹോദരന്മാരും സുഹൃത്തുക്കളുമായി ബാറിൽ പോയി മദ്യപിക്കുകയും ചെയ്തിട്ട് കുർബാന കഴിഞ്ഞ് വൈഫ് ഇറങ്ങി കല്യാണം കഴിഞ്ഞ ആദ്യത്തെ പള്ളിപ്പെരുന്നാളാണ്. സന്തോഷമായി എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നീ പോയി ആൻറ്റിയുടെ വീട്ടിൽ പോയിരുന്നോ, ഞാനങ്ങ് വന്നേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വളരെയധികം മോശമായ ഒരു ജീവിതം നയിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നടക്കും. ഞാൻ എൻ്റെ ജീവിത മകളോട് പറയുന്നത്, എനിക്കിങ്ങനെ നടന്നാൽ ശരിയാവുന്നില്ല, എൻ്റെ ജീവിതം ശരിയായ രീതിയിലല്ല പോകുന്നത്, എനിക്കൊരു ധ്യാനം കൂടണം. പക്ഷേ ഞാനത് പറയുമ്പോൾ ദൈവമായൊരു ബന്ധം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നത് അകന്നു പോയതുകൊണ്ട് ആ ദൈവം എന്നെ അകറ്റാൻ എൻ്റെ ജീവിത പങ്കാളിയിലൂടെ, അവളുടെ കരച്ചിലൂടെ, അവളുടെ പ്രാർത്ഥനയിലൂടെ കർത്താവ് എന്നെ സ്പർശിച്ചു. അതിൻ്റെ ആദ്യപടിയായി ഒരു കൂട്ടായ്മയിൽ ചെന്ന് പങ്കെടുക്കുകയും അവിടെ ഒരു ധ്യാനം കൂടാനായിട്ട് ചെന്നു. അത് കൊല്ലത്ത് തന്നെയായിരുന്നു. പക്ഷേ ആ ധ്യാനം മുഴുവിക്കാൻ പറ്റിയില്ല. പക്ഷേ കർത്താവ് എന്നെ വിട്ടില്ല. വീണ്ടും പറഞ്ഞു, ഒരുങ്ങി പ്രാർത്ഥിക്കണം. ആ ഒരു കൂട്ടായ്മയുടെ ധ്യാനം തിരുവല്ലയിൽ ഒരു സ്ഥലത്ത് നടക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി. അതൊരു ഡെലിവറൻസ് കൂട്ടായ്മയാണ്. ആ ധ്യാനത്തിൽ ചെന്ന് പങ്കെടുക്കുന്ന വേളയിൽ ആണ് എനിക്കൊരു കാര്യം മനസ്സിലാകുന്നത്. 5 ദിവസത്തെ ധ്യാനമാണ്. അപ്പോൾ അവിടെ പരിശുദ്ധ അമ്മയുടെ രൂപവും മിഖായേൽമാരുടെ രൂപവും വഹിച്ചുകൊണ്ട് നമ്മൾ ആദ്യം ചെന്ന് ധ്യാനം പരിശുദ്ധ കുർബാനയോട് ആരംഭിക്കുന്ന വേളയിൽ ആദ്യ ദിവസം അവിടുത്തെ വചനപ്രഘോഷകൻ വന്നൊരു വചനം പറയുന്നു. ആ വചനം എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വലിയ അസ്ത്രം തറയ്ക്കുന്ന കണക്കാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് തറച്ചത്. എന്ന് പറഞ്ഞാൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിൻ്റെ പാപങ്ങൾ കടുംചുമപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ നിങ്ങൾ വാളിനിരയായിത്തീരും. ഈ വചനം കേട്ടതും എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് പോകാൻ തുടങ്ങി. എന്താണ് എനിക്ക് സംഭവിക്കുന്നത് അറിയുന്നില്ല. അടുത്ത 3 ദിവസങ്ങളിൽ ഞാൻ ധ്യാനകേന്ദ്രത്തിലിരുന്ന് കരയുകയാണ്. കാരണം ദൈവത്തിൻ്റെ ഓരോ വചനവും പറയുമ്പോൾ 100-500 പേർക്ക് വചനം പങ്കുവെക്കുമ്പോഴും എൻ്റെ തോന്നൽ ഇത് എന്നെ മാത്രം നോക്കി, എന്നെ മാത്രം സംസാരിക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് കിട്ടിയത്. ഈ 3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയ സംഭവം നടന്നു. കാരണം എൻ്റെ മൊബൈലിനകത്ത് ലഹരി വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, മദ്യമൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വളരെയധികം പാശ്ചാത്യ സംഗീതങ്ങൾ കേൾക്കുന്നൊരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ട്രാൻസ് മ്യൂസിക്. നിങ്ങൾക്ക് അറിയാം, ഈ ചെറുപ്പക്കാർക്ക് അറിയാം ട്രാൻസ് മ്യൂസിക്, ഇങ്ങനെയുള്ള കുറേ മ്യൂസിക്കുകൾ. ഇത് എൻ്റെ മൊബൈലിൽ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3-ാം ദിവസം ഞാനൊരു തീരുമാനമെടുത്തു, ഇനി എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടിയാണ്. ഇനി എൻ്റെ മൊബൈലിലൂടെ ലോകത്തിൻ്റെ ഒരു ഗാനവും ഞാൻ കേൾക്കത്തില്ല. സകല ഗാനങ്ങളും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഈ 3-ാം ദിവസം ഈ പാട്ടെല്ലാം ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞ് രാത്രി കിടന്നു. അപ്പോൾ ഞാനൊന്ന് സ്ക്രോൾ ചെയ്ത് എൻ്റെ മൊബൈലെടുത്ത് നോക്കുമ്പോൾ ഒരു പ്രത്യേകതരം ഒരു പാട്ടുണ്ട്, ഒരു വിജാതീയ ആരാധനയുടെ ഒരു ഈ ട്രാൻസ് മ്യൂസിക്കിലേക്ക് നയിക്കുന്ന ആ ഒരു പാട്ട്. ആ പാട്ട് ഞാൻ കണ്ടു, ദൈവമേ ഇത് മാത്രം എങ്ങനെ എൻ്റെ മൊബൈലിൽ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പാട്ട് ഡിലീറ്റ് ചെയ്യുന്നു. ഇത് ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ശരീരത്തിൽ എനിക്കുണ്ടാകുന്ന അനുഭവം ആരെയും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് എന്നിലേക്ക് ഭയം അങ്ങ് ഉള്ളിലേക്ക് വന്നു. കറുത്ത ഇരുണ്ട രൂപങ്ങൾ എൻ്റെ മുമ്പിൽ എന്നെ കൊല്ലാൻ വന്ന് നിൽക്കുന്ന കണക്ക് അനുഭവം. എനിക്ക് വയറ് ഇളകി പോകുന്നു. അങ്ങനെ ബാത്റൂമിലെ ഭിത്തികളിലേക്ക് നോക്കാൻ പറ്റുന്നില്ല. അതിഭയങ്കരമായ രൂപങ്ങൾ. അങ്ങനെ പേടിച്ച് വിറച്ച് ഞാൻ ഈ ആൾക്കാർ കിടക്കുന്ന ഹാളിൽ വന്ന് തിരിച്ചു വന്നു കിടക്കുന്നിട്ട് ഞാൻ എൻ്റെ കൂടെ നിന്ന് ആളോട് പറഞ്ഞു, ചേട്ടാ എന്നെ സഹായിക്കണം. അപ്പം അവർ കുരിശൊക്കെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു കുഴപ്പമില്ല, അച്ഛനൊക്കെ ഉറക്കമായി, രാത്രി 11-12 മണിയായി, നമുക്ക് രാവിലെ പ്രാർത്ഥിക്കാം. അപ്പം എൻ്റെ കൂടെയുള്ളൊരു ധ്യാനത്തിന് നേരത്തെ പങ്കെടുത്ത സഹോദരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ എങ്ങനെയൊക്കെയോ ഉറങ്ങി. രാവിലെ എണീറ്റപ്പോൾ എനിക്കൊരു ഭയമില്ല, ഒന്നുമില്ല, സകലതും എന്നിൽ നിന്ന് വിട്ടുപോയി. പക്ഷേ അന്ന് എനിക്കതിനെക്കുറിച്ച് മനസ്സിലായില്ല. പിന്നെയാണ് എനിക്കത് മനസ്സിലായത്,
മൊബൈലിനകത്തും പോലും പിശാച് അവസാന പിടിവള്ളിയായി അവൻ എനിക്ക് അവകാശം പറഞ്ഞിരുന്ന ആ പിടിവള്ളിയും ഞാൻ വിട്ടുകളഞ്ഞപ്പോൾ അവന് അലറിക്കൊണ്ട് ആ ഒരു പിശാച് ബാധിതനെ കർത്താവ് സൗഖ്യപ്പെടുത്തുമ്പോൾ ശവക്കല്ലറകളിൽ വസ്ത്രം പോലും ഉടുക്കാതെ കിടന്നവനെ തള്ളിയിട്ടുകൊണ്ട് പോകുന്നു പറഞ്ഞ അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായി. അവിടെ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ചു. 4 ദിവസം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞു ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ എനിക്ക് പറയേണ്ട, എൻ്റെ ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ മൊബൈൽ നമ്പറാണ്. എനിക്ക് അനേകായിരം സുഹൃത്തുക്കളുണ്ട്. അവരാരും തന്നെ എന്നെ ഈ മൊബൈലിൽ വിളിക്കാതെ, അത്ഭുതകരമായി ആരും എന്നെ വിളിക്കാതായി. 1 വർഷത്തിന് മുകളിൽ ഞാനും എൻ്റെ കുടുംബവും, എനിക്കന്നൊരു മകൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനും എൻ്റെ മകനും എൻ്റെ ജീവിത പങ്കാളിയും ഞങ്ങളുടെ ഭവനത്തിൽ TV എന്ന് പറയുന്നൊരു സംഭവം ഓൺ ചെയ്തിട്ട് പോലുമില്ല 1 വർഷത്തിന് മുകളിൽ. കാര്യം എനിക്ക് ഓൺ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല, എൻ്റെ കൈകൾ അവിടം വരെ ചെന്നാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഒരു ഷാലോം TV അല്ലെങ്കിൽ ഗുഡ്നസ്സോ ഒരു ചാനൽ പോലും ഞാൻ ഓൺ ചെയ്തില്ല. ഒരു പത്രം പോലും വായിച്ചിട്ടില്ല. മൊബൈലിലെ ലോകത്തിനായിട്ട് ഒരു കാര്യങ്ങളും ഈ 1 വർഷവും അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് ഇടവക ദേവാലയത്തിൽ എൻ്റെ മകനെയും ഫ്രണ്ടിലിരുത്തി സ്കൂട്ടറിൽ ജീവിത പങ്കാളിയായിട്ട് തണുത്ത കാറ്റും അടിച്ച് ഞങ്ങൾ അതിരാവിലെ ബലിയർപ്പണത്തിന് പോവുകയും തിരികെ വരികയും വീണ്ടും പ്രാർത്ഥനയിലായിരിക്കും, കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിക്കുകയും ഒക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അനുഭവം. ആ അനുഭവത്തിലൂടെ ഇരിക്കുന്നു. എപ്പോഴും ദൈവവചനമായി. അപ്പോഴാണ് എനിക്ക് തിരികെ മനസ്സിലായത്, ദൈവവചനം വായിച്ചു കൊണ്ടിരിക്കുന്നു. കുറേ കഴിയുമ്പോൾ ഇത് വായിച്ചതേ ഉള്ളൂ, പക്ഷേ എനിക്ക് പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദൈവം എനിക്ക് ദൈവവചനം ഗ്രഹിക്കാനുള്ള ഒരു വലിയ കൃപ തന്നു എന്നുള്ളൊരു അവസ്ഥ എനിക്ക്. അത് എന്നിലൂടെ 3.5 വയസ്സായ എൻ്റെ മകന് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ 1 കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൂട്ടറിൽ പോകുമ്പോൾ ഞങ്ങൾ തുടങ്ങും, ദൈവവചനം തുടങ്ങും. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയും, മാർക്കോസ് 1:2 ഇതാ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു, അതിൻ്റെ വഴികളൊരുക്കും. അങ്ങനെ വിവിധ വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് ഞങ്ങൾ സ്കൂട്ടറിൽ ചെല്ലും. അപ്പോൾ ഒരു ദിവസം എൻ്റെ മകൻ പറഞ്ഞു, ഇനി പപ്പ പറയണ്ട, ഞാൻ പറഞ്ഞു നിനക്കെങ്ങനെ അറിയാം, എഴുതാനും വായിക്കാനൊന്നും നീ പഠിച്ചില്ലല്ലോ. അവൻ മുഴുവൻ വചനവും എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. ഞങ്ങൾ സ്കൂട്ടറിൽ പോകും. അപ്പോൾ ദൈവം എൻ്റെ മകനിലും അനുഗ്രഹം വർഷിച്ചു. അങ്ങനെ കുടുംബത്തിൽ ഞങ്ങൾക്ക് യേശു ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം ഒരു സന്തോഷം. അതുവരെ നമുക്കുണ്ടായിരുന്ന ലോകത്തിന് സംബന്ധിച്ചുള്ള പണം, അതൊക്കെ നമുക്ക് നല്ല ജോലി, നല്ല ശമ്പളമൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പക്ഷേ അന്നൊന്നും അനുഭവിക്കാത്ത, അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രമിടുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടാത്ത ആ ഒരു അനുഭവം, ദൈവസ്നേഹം അനുഭവിച്ചവർക്ക്, ഇത് കാണുന്നവർക്ക് അത് മനസ്സിലാവും. വളരെയധികം ഒരു ദൈവ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ എനിക്ക് സാധിച്ചു. അത് കണക്ക് തന്നെ ജീവിതത്തിൽ ഉണ്ടായ ആത്മീയമായിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങി. വളരെയധികം പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ളൊരു കൂട്ടായ്മയിലാണ് ഞാൻ ശരിക്കും വളർന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഭവനത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാനിടയായി. പരിശുദ്ധ അമ്മയുടെ സുഗന്ധ അഭിഷേകം, അത് വിവിധ തരത്തിലുള്ള സുഗന്ധ അഭിഷേകങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾക്ക് വരാൻ, ഞങ്ങൾ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിവിധ ക്രിസ്ത്യൻ ഇതിലുള്ള പെന്തക്കോസ്ത് അങ്ങനെയുള്ള സമൂഹത്തിലുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ പോലും പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം വന്ന്, അപ്പോൾ അവർ തന്നെ അത്ഭുതപ്പെട്ടത് എവിടുന്നാണ് ഈ ഒരു സുഗന്ധം വരുന്നതെന്നൊക്കെ ചോദിക്കുകയും, അങ്ങനെ വിവിധ സമയത്ത് മാതാവിൻ്റേതായിട്ടുള്ള അത്ഭുതങ്ങളും. പിന്നെ പ്രധാനമായിട്ട് എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, പരിശുദ്ധമായ കുമ്പസാരത്തെക്കുറിച്ച് മാതാവ് എനിക്ക് തന്ന വലിയൊരു സന്ദേശമാണ്. ഞാൻ ഫാത്തിമ മാതാവിൻ്റെ ഒരു തീർത്ഥാലയമുണ്ട് ഞങ്ങളുടെ ഈ കൊല്ലം രൂപതയിൽ. അവിടെയാണ് ഞാൻ എൻ്റെ നിത്യം ബലിയർപ്പിക്കുന്നത്. കടമുള്ള ദിവസം ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ബലിയർപ്പിക്കുന്ന അവിടെയാണ്. അപ്പോൾ അവിടെ എനിക്ക് ഇതിന് ശേഷം എനിക്ക് ദൈവം എനിക്ക് കാണിച്ചതൊരു സ്പിരിച്വൽ ഫാദറിനെ തന്നു. വളരെ വിശുദ്ധനായ ഒരു 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 വൈദികൻ, മുൻസിഞ്ഞോർ ഒരു വൈദികനുണ്ട്, റെവറൻഡ് ഫാദർ ഹോറസ് വേഗസ്. അച്ഛൻ വളരെയധികം, ഒരു ദിവസം മാതാവിൻ്റെ 4 ജപമാല ചെല്ലാം അച്ഛൻ ഉറങ്ങത്തില്ല. അച്ഛൻ അത്രയും കൃപയുള്ളൊരു വൈദികനാണ്. അപ്പോൾ ആ വൈദികനിലൂടെ ഞാൻ പോയി. ഒരു ദിവസം ഞാൻ പറഞ്ഞ അച്ഛാ, ധ്യാനം കുടിച്ചപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛാ, ഞാൻ ചിലപ്പം കുമ്പസാരിക്കാനൊക്കെ വരും, ചിലപ്പോൾ 2-3 പ്രാവശ്യം കുമ്പസാരിക്കും ഒരു ദിവസം. അച്ഛന് വല്ല കുഴപ്പമുണ്ട്. അച്ഛൻ പറയും, മോൻ എപ്പോൾ വേണമെങ്കിലും വന്നോ, അച്ഛൻ എപ്പോഴും മോന് വേണ്ടി റെഡിയാണെന്ന് പറയും. അപ്പം ഞാൻ അങ്ങനെ ആദ്യകാലങ്ങളിൽ അച്ഛനോട് പോയി കുമ്പസാരിച്ചിട്ട് മാതാവിൻ്റെ ഗ്രോട്ടോയിൽ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്നൊരു അവസ്ഥ, കണ്ണടഞ്ഞിരിക്കുന്നു, പക്ഷേ കണ്ണ് തുറന്നു. ഈ ഉൾക്കണ്ണ് തുറക്കുന്നതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, പക്ഷേ തുറക്കുന്നു. പരിശുദ്ധ അമ്മ ആ രൂപത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, 2 കൈയും എൻ്റെ തലയിൽ വെച്ച് എന്നെ അനുഗ്രഹിക്കുന്നു. അവിടെ മൊത്തം സുഗന്ധപൂരിതമാണ്. പെട്ടെന്ന് ഞാൻ കണ്ണ് തുറന്നു നോക്കുമ്പോൾ മനുഷ്യരെ ആരെയും കാണാനില്ല, മാതാവ് ആ രൂപത്തിൽ തന്നെ അവിടെ തന്നെ നിൽപ്പുണ്ട്. പക്ഷെ കണ്ണടയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മ. അപ്പം ആത്മീയമായ ദർശനം എനിക്ക് മാതാവ് തന്നു.
ആ ഒരാഴ്ച ഞാൻ നീണ്ടു പ്രാർത്ഥിച്ചു. എന്തിനാണ് അമ്മ എൻ്റെ അടുത്ത് വന്നത്? ഞാൻ ഒത്തിരി കരഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത്രയും പാപിയായ എൻ്റെ അടുത്ത് എന്തിനാണ് എൻ്റെ പരിശുദ്ധ അമ്മ വന്നത്? അടുത്ത ആഴ്ച പരിശുദ്ധ അമ്മ പറഞ്ഞു, നീ എന്താണ് പ്രവർത്തിച്ചത്, എന്താണ് അതിന് മുമ്പ് ചെയ്തത്? ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മയെ ഞാൻ കുമ്പസാരിച്ചല്ലേ. അവിടെ വന്നപ്പോൾ പറഞ്ഞ്, കുമ്പസാരം എന്ന് പറയുന്നത് അത് അനുദപിക്കുന്ന പാപിക്കുള്ള, അവനത് അനുദപിച്ച് പാപമേറ്റു പറഞ്ഞു കഴിയുമ്പോൾ അവൻ വിശുദ്ധനാകും. വിശുദ്ധനിലൂടെ ആണ് എന്നെ വിവിധ അനുഭവങ്ങളിലൂടെ കർത്താവ് നടത്തിയത്. ഒരു മനുഷ്യൻ്റെ ഒരു കാര്യങ്ങൾ കേട്ടോ അങ്ങനൊന്നും എനിക്ക് പ്രവർത്തിക്കേണ്ടി വന്നിട്ടില്ല. കാര്യം ഈശോയെ അറിഞ്ഞതിന് ശേഷം പരിശുദ്ധാത്മാവ് കൃത്യമായി എവിടെ പോകണം, എങ്ങനെ പോകണം, പോകുന്ന വഴികൾ വരെ കൃത്യം പറഞ്ഞു. അപകടമുണ്ടെങ്കിൽ പറയും അങ്ങനെ പോകരുത്, കൃത്യമായി നമുക്കറിയാം. അങ്ങനെ പറയാനാണെങ്കിൽ ഈ ഒരു കൊച്ചു സമയത്ത് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അനേകായിരം അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. യേശുവിൻ്റെ സ്നേഹം നമ്മൾ ചില പാട്ടുകളിൽ കേൾക്കേണ്ടത്, തേനിലും മധുരമായി, അല്ലെങ്കിൽ തേൻ കട്ടയേക്കാളും മധുരമാണ്. ഇന്ന് ഞാൻ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞാൽ ഒരു ലഹരിക്കും, ഈ ലോകത്തുള്ള ഒരു സമ്പത്തിനും, ഈ ലോകത്തുള്ള ഒന്നിനും, നിൻ്റെ പുതിയ ഒരു മൊബൈലിനോ, നിൻ്റെ പുതിയ ഭവനത്തിനോ, പുതിയ കാറിനോ, നിനക്ക് ഈ ഭൗതികമായി കിട്ടുന്ന ഒരു സന്തോഷം അതൊക്കെ അന്നേരമേ നിലനിൽക്കും. അപ്പം തന്നെ അത് അപ്രതീക്ഷിതമാവും. പക്ഷേ യേശുവിൻ്റെ സ്നേഹം നിനക്കൊന്ന് കിട്ടിത്തുടങ്ങിയാൽ അത് അവസാനിക്കത്തില്ല. നീ വീണ്ടും വീണ്ടും മരുഭൂമിയിൽ വിശന്ന് ദാഹിച്ച് വലയുന്ന ഒരു വ്യക്തിയെപ്പോലെ നീ തേടിക്കൊണ്ടിരിക്കും. കാര്യം നിനക്കതിൻ്റെ രുചി അറിഞ്ഞാൽ, ആ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ഒരിക്കലും കർത്താവിൽ നിന്ന് വിട്ടകന്നു പോകാൻ നിനക്ക് സാധ്യമല്ല. അത് ആത്മീയമായി നമ്മൾ ജീവിത വിശുദ്ധി വളരെ പ്രധാനമാണ്. ജീവിത വിശുദ്ധി നീ കാത്തു സൂക്ഷിച്ചാൽ നിനക്ക് സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ കർത്താവിനെ കാണാൻ സാധിക്കും. ഈ പറഞ്ഞ ദൈവത്തിൻ്റെ ദൈവിക സ്നേഹം കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അതായത് മത്തായി 5:8 പറയുന്നുണ്ടല്ലോ, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എബ്രായർ 12:14 പറയുന്നു, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ചുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ആമേൻ.